പഴയ നിയമത്തിൽ നമ്മൾ തോബിത്തിന്റെ പുസ്തകത്തിൽ ഒരു വിവാഹം നമ്മൾ കാണുന്നുണ്ട്, സാറായിയുടെയും തോബിത്തിന്റെയും. തോബിത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെണ്ണ് സാറ അതിനു മുമ്പ് 7 പ്രാവശ്യം വിവാഹം കഴിച്ചു. 7 പ്രാവശ്യവും ഭർത്താക്കന്മാർ പിശാചിന് ദുഷ്ട ആത്മാക്കളാൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അവസാനം തോബിത്ത് സാറയെ വിവാഹം കഴിച്ച് തോബിത്ത് ആദ്യ രാത്രിയിൽ അവർ രണ്ടുപേരും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗം നമ്മൾ വചനത്തിൽ വായിക്കുന്നു. തോബിത്ത് പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്: ദൈവമേ, ഞാനിവരെ സ്നേഹിക്കുന്നു, ഞാനിവരെ സാറായി എന്റെ ജീവിത സഖിയായി തെരഞ്ഞെടുത്തത് പരിശുദ്ധമായ പ്രേമത്താലാണ്. ലൗകികമായ ജടിക അഭിലാഷങ്ങളല്ല ഞാനിവിടെ സ്വീകരിക്കുന്നത്, മറിച്ച് പരിശുദ്ധമായ പാവന പ്രേമബന്ധത്താലാണ്. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ള സന്ദേശവും. നിങ്ങൾ ജീവിതം മറിച്ച് കർത്താവിനെ ആശീർവദിക്കപ്പെട്ട വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ മംഗളങ്ങളും ഈ ദിവസത്തിന്റെ മംഗളങ്ങളും ഇവിടെ കുടിക്കുന്ന എല്ലാവരുടെയും പേരിൽ സംജിതനും രഞ്ജിനിക്കും ആശംസിച്ചുകൊള്ളും.
അങ്ങയെ വിവാഹ ബന്ധത്താൽ സംയോജിപ്പിച്ച് ഇവരുടെ നിർമ്മല സ്നേഹം സമ്പന്നമാക്കണമേ. ഇവരിവരും ഒന്നിച്ച് ഈ ലോകത്ത് അങ്ങയുടെ ദിവ്യ സ്നേഹത്തിന് സാക്ഷികളായി പ്രശോഭിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കുമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. നമ്മെ സ്നേഹിച്ചു. മിശിഹായോടുള്ള ഭയഭക്തിയെ പ്രതി അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവാൻ. ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുവാൻ. മിശിഹ സഭയുടെ ശിരസ്സും ശരീരത്തിന്റെ രക്ഷകനുമായിട്ടുള്ളതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സത്തെ. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവാൻ. ജീവന്റെ വചനമടങ്ങിയ ജലം കൊണ്ടുള്ള സ്നാനം വഴി സഭയെ വിശദീകരിക്കുന്നതിനും കറയോ ചൂടോ കൂടാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയും മഹത്വപൂർണ്ണയുമായി തന്റെ മുൻപാകെ നിർത്തുന്നതിനും വേണ്ടി തന്നെ തന്നെ സഭയ്ക്ക് വേണ്ടി അവിടുന്ന് സമർപ്പിച്ചു. അതുപോലെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു. ഒരുവനും സ്വന്തം ശരീരത്തെ ഒരിക്കലും വെറുക്കുന്നില്ല. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ തീറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. നാം അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ്. അവിടുത്തെ മാംസവും അസ്ഥിയുമാണ്. ആകയാൽ മനുഷ്യൻ തന്റെ മാതാപിതാക്കന്മാരെ വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും സഭയെയും ഉദ്ദേശിച്ചത്രേ ഇത് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും തന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ദൈവവചനമാണ് നാം കേട്ടത്. കർത്താവിനെ ഞാൻ സദാകാലം അവിടുത്തെ സ്തുതി എന്നും എന്റെ അതരങ്ങളിൽ ഉണ്ടായിരിക്കും. എന്റെ ആത്മാവ് കർത്താവിൽ അഭിമാനം കൊള്ളും. എളിയവർ അത് കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും. നിങ്ങൾ എന്നോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ നാമത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഞാൻ കർത്താവിനെ അന്വേഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. സകല ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിച്ചു. കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും. അങ്ങയെ ദർശിക്കുവിൻ, അപ്പോൾ നിങ്ങൾ പ്രകാശിതരാകും. നിങ്ങളുടെ മുഖം ലജ്ജിക്കാതിരിക്കട്ടെ. എളിയവൻ നിലവിളിച്ചു, കർത്താവ് ശ്രമിക്കുകയും ചെയ്തു. അവന്റെ സകല കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിച്ചു. കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും. കർത്താവിന്റെ ദൂതൻ അവിടുത്തെ പെട്ടെന്ന് കടിച്ചിട്ടും കൂടാരം പിടിച്ച് അവരെ മോചിക്കുന്നു. കർത്താവ് എത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിയുകയും അവിടുത്തെ പക്കൽ അഭയം തേടുന്നവർ ഭാഗ്യവാന്മാരാണ്. കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും. എല്ലാവർക്കും അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാം. അക്കാലത്ത് ഫരിസേയർ ഈശോയുടെ അടുക്കലെത്തി അവിടുത്തെ പരീക്ഷിക്കാനായി ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഒരുവൻ തന്റെ ഭാര്യയെ പരിത്യജിക്കുന്നത് ശരിയാണോ? അവിടുന്ന് അവരോട് ചെയ്തു, സൃഷ്ടാവ് ആദിയിൽ മനുഷ്യരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചെന്നും തന്നിമിത്തം മനുഷ്യൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവരിരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടെ നിർമ്മിച്ചു ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ ഈ രണ്ടല്ല ഒരു ശരീരമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുന്നു.
ഉദാശിയാൽ മുദ്രണം ചെയ്തുറപ്പിക്കുവാനാണല്ലോ ഇന്ന് നിങ്ങൾ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉദാശിയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുക. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. സംജിത്, രഞ്ജിനി, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെ പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാൻ ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹം ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. വലതു കൈ ചേർത്ത്. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ താലി ആശീർവദിക്കണമേ. വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു. സഹോദരരെ, തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് ഈ ദിനത്തിൽ വിവാഹത്തിൽ ഒന്നിക്കുന്ന ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ, ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങളെ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചെയ്യുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങേ മക്കളെ തൊട്ടും പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നവരെ സ്നേഹത്തിൽ വളരാനും ജീവിതക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. പവിത്രമായ ഈ ബന്ധത്തിന്റെ സ്ഥാപകനായ ഇതിന്റെ നേതാവുമായിരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. പരിശുദ്ധ
നാഥന്ത്രം ചൊല്ലി ഭാഗിച്ച് എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ.